കാര്യകാരണ നിയമം. ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങൾക്ക് പിന്നിലും ഒരു കാരണമുണ്ട്. ഈ കാരണങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാനാകും. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കെത്താൻ നിങ്ങൾ തടസ്സങ്ങൾ നേരിടുന്നുണ്ടോ? എങ്കിൽ ഈ ചോദ്യങ്ങൾ നിങ്ങൾ സ്വയം ചോദിച്ചു നോക്കൂ. നിങ്ങൾ പ്രപഞ്ച നിയമങ്ങളിൽ വിശ്വസിക്കുന്നവരാണോ? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കടന്നുപോയ സാഹചര്യങ്ങളിൽ നല്ലതും ചീത്തയുമായി അനുഭവങ്ങൾ നിങ്ങൾ നേരിട്ടിട്ടില്ലേ? അവയ്ക്കെല്ലാം ഓരോ കാരണങ്ങളുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? എന്നാൽ ഇവയെല്ലാം സംഭവിക്കുന്നതിന് പ്രപഞ്ചത്തിൽ ശക്തമായ ഒരു നിയമമുണ്ട്. ആ നിയമം നിങ്ങൾക്ക് സംഭവിച്ച കാര്യത്തിന്റെ കാരണത്തെ അന്വേഷിച്ചറിയാൻ സഹായിക്കുകയും അതുപോലെ തന്നെ അതിനുള്ള പരിഹാരത്തിനുള്ള വഴി മനസ്സിലാക്കി തരികയും ചെയ്യും. കാര്യകാരണ നിയമം അല്ലെങ്കിൽ law of causes and effect. Shallow men believe in luck or in circumstance. Strong men believe in causes and effect. അമേരിക്കൻ തത്വചിന്തകനായ റാൽഫ് വാൾഡോ എമേഴ്സിന്റെ വാക്കുകളാണിവ. ആഴമില്ലാത്ത മനുഷ്യർ ഭാഗ്യത്തിലോ സാഹചര്യത്തിലോ വിശ്വസിക്കുന്നു. ശക്തരായ പുരുഷന്മാർ കാരണത്തിലും ഫലത്തിലും വിശ്വസിക്കുന്നു. നാം ജീവിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന ഓരോ പ്രതിഭാസങ്ങൾക്ക് പിന്നിലും ഒരു കാരണം തീർച്ചയായും ഉണ്ടായിരിക്കും. അതായത് ഒരു കാരണവുമില്ലാതെ ഒരു കാര്യവും സംഭവിക്കുന്നില്ല. നമ്മുടെ എല്ലാ ചിന്തകളും മാനുഷിക പെരുമാറ്റവും ചലനങ്ങളും ഈ പ്രപഞ്ചത്തെ മുഴുവൻ ബാധിക്കുന്നു. അവ ഒരുപക്ഷെ നല്ലതോ ചീത്തയോ ഒക്കെ ആയിരിക്കാം. എപ്പോഴും സന്തോഷവാനായി ഈ ഭൂമിയിൽ ജീവിക്കുക സാധ്യമല്ല. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ നിരവധിയായ മോശം സാഹചര്യങ്ങൾ കൊണ്ട് ഉണ്ടായേക്കാം. എന്നാൽ നമ്മുടെ പ്രശ്നങ്ങളുടെ കാരണം തേടുമ്പോൾ അവ കൃത്യമായി കണ്ടെത്താൻ സാധിക്കും. എല്ലാ പ്രശ്നങ്ങൾക്കും തീർച്ചയായും പരിഹാരമുണ്ടാകും. എന്നാൽ കാരണങ്ങളെല്ലാം തന്നെ മനുഷ്യബുദ്ധി കൊണ്ട് അന്വേഷിച്ച് കണ്ടുപിടിക്കുവാനും മനസ്സിലാക്കി പരിഹരിക്കാനും കഴിയുന്നവയാണ്. ഒരു കാരണം കൊണ്ട് തന്നെ പലവിധ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്. എന്നാൽ നമ്മുടെ പ്രശ്നങ്ങളുടെ കാരണങ്ങൾ തേടിയുള്ള യാത്രയിൽ നാം പലപ്പോഴും ആശയക്കുഴപ്പത്തിലാകാറുണ്ട്. അതായത് സംഭവിച്ചു പോയ കാര്യങ്ങൾക്ക് കാരണം തേടി നടക്കുകയാണോ വേണ്ടത്, അതോ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾക്ക് വേണ്ടി കാരണങ്ങൾ നിർമ്മിക്കുകയാണോ വേണ്ടത് എന്ന് നാം ചിന്തിക്കണം. നമ്മുടെ ശരിയായ ചിന്ത നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാര മാർഗം തുറന്നു തരുന്നു. അതിനാൽ പ്രപഞ്ചത്തിന്റെ ഈ നിയമത്തെ എങ്ങനെ വിനിയോഗിക്കാമെന്ന് നമുക്ക് കേൾക്കാം. law of causes and effect അല്ലെങ്കിൽ കാര്യകാരണ നിയമം. പ്രപഞ്ചം പ്രവർത്തിക്കുന്നതിന് പിന്നിൽ അതിശക്തമായ ഒരു നിയമമുണ്ട്. അതായത് ഓരോ പ്രവർത്തനത്തിനും അനന്തരഫലങ്ങൾ ഉണ്ടെന്ന് കാര്യകാരണ നിയമം പ്രസ്താവിക്കുന്നു. നിങ്ങൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് സമാനമായ ഒരു സാഹചര്യം സൃഷ്ടിക്കും. ഈ നിയമത്തിന് രണ്ട് തലങ്ങളുണ്ട്. അതായത് കാര്യകാരണ നിയമതലവും കർമ്മഫല നിയമതലവും. കാര്യകാരണ നിയമത്തിന് പ്രപഞ്ചത്തിൽ ശക്തി കൂടുതലാണ്. അത് എല്ലാ തരങ്ങളിലും പ്രവർത്തിക്കുന്നു. എന്നാൽ കർമ്മഫല നിയമം വ്യത്യസ്തമായി വ്യക്തികളിലാണ് പ്രവർത്തിക്കുക. നമ്മൾ പ്രപഞ്ചത്തിലേക്ക് നൽകിയത് തിരികെ വരുമെന്ന വിശ്വാസമാണിത്. അതായത് നമ്മൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്താൽ പ്രതിഫലമായി നമുക്ക് നല്ല കർമ്മം ലഭിക്കും. നമ്മൾ മോശമായ കാര്യങ്ങൾ ചെയ്താൽ പകരം നമുക്ക് ചീത്ത കർമ്മം ലഭിക്കും. നാം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതം സൃഷ്ടിക്കാൻ സഹായിക്കുന്ന ശക്തമായ ഒരു സാർവത്രിക നിയമമാണ് കാര്യകാരണ നിയമം. ഈ നിയമം മനസ്സിലാക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിലും നല്ല മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. കാര്യകാരണ നിയമം വസ്തുക്കളിൽ പോലും ബാധകമാകുന്ന നിയമമാണ്. ഈ നിയമം വ്യക്തിഗതമായും പ്രാപഞ്ചികമായും സംഭവിക്കാറുണ്ട്. ഒരു മനുഷ്യന്റെ മനസ്സ് അസ്വസ്ഥമായാൽ ഈ പ്രപഞ്ചത്തെ അതെങ്ങനെയെല്ലാം ബാധിക്കുമെന്ന് മനസ്സിലാക്കുക. ഒരു മനുഷ്യൻ നല്ലവനായി ജീവിക്കുന്നത് കൊണ്ട് അവന് മാത്രമല്ല ഗുണം, അത് അവനെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന എല്ലാവർക്കും ഗുണം ചെയ്യുന്നു. എന്നാൽ ഒരു വ്യക്തി മോശമായാണ് ജീവിക്കുന്നതെങ്കിൽ അവന്റെ മനസ്സ് അസ്വസ്ഥമാവുകയും മനസ്സമാധാനം നഷ്ടപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ ആ വ്യക്തിയെക്കൊണ്ട് ചുറ്റുമുള്ളവർക്ക് ബുദ്ധിമുട്ടായേക്കാം. ഒരുപക്ഷെ ലോകത്തിന് തന്നെ അവൻ ഒരു ഭാരമായി മാറും. ഉദാഹരണമായി പറഞ്ഞാൽ ജയിൽ പുള്ളികളുടെ ജീവിതം പരിശോധിച്ചു നോക്കുക. നമ്മുടെയൊക്കെ മനസ്സിൽ ഒരു ക്രൂര സ്വഭാവമുള്ള ദുഷ്ടരായ ആളുകളാണ് ജയിലിൽ കിടക്കുന്നത്. എന്നാൽ അവരുമായി കുറച്ചു സമയം ചെലവഴിക്കാൻ പരിശ്രമിക്കുക. അപ്പോൾ നമുക്ക് അവരുടെ സാഹചര്യത്തെപ്പറ്റിയും അവരുടെ മനസ്സിലെ അസ്വസ്ഥതകളെപ്പറ്റിയും കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും. മനസ്സിനകത്ത് ഒരുപാട് കാലം സംഘർഷം കൊണ്ടു നടന്ന വ്യക്തികളായിരിക്കാം പിന്നീട് കുറ്റവാളികളായി മാറിയത്. അവരുടെ മനസ്സിൽ ദുഷ്ടചിന്തകൾ ഉണ്ടായപ്പോഴാണ് അവരുടെ സ്വഭാവം ദുഷിച്ചതായത്. ഓരോ മനുഷ്യരും വളർന്നു വരുന്ന സാഹചര്യങ്ങളാണ് അയാളുടെ മനസ്സിലെ ചിന്തകളെയും സ്വഭാവത്തെയും നിർണയിക്കുന്നത്.
നിയമപരമായി സ്ഥിരമായി വരുമാനമുണ്ടാക്കാനുള്ള ഒരു മാർഗമാണ് ഷെയർ ട്രേഡിംഗ്. എന്നാൽ ഷെയർ ട്രേഡിംഗ് വളരെ റിസ്ക്കുള്ള ഒരു കാര്യം കൂടിയാണ്. മാർക്കറ്റിനെക്കുറിച്ച് ശരിയായ വിവരമില്ലെങ്കിൽ കയ്യിലുള്ള സമ്പാദ്യങ്ങളും നഷ്ടമാകും. ഷെയർ മാർക്കറ്റിൽ ശരിയായ രീതിയിൽ ട്രേഡിംഗ് നടത്തുവാനും ധനം സമ്പാദിക്കുവാനും എന്നെ സഹായിച്ച ഒരു പുസ്തകമാണ് ഹൗ ടു മേക്ക് മണി ട്രേഡിംഗ് വിത്ത് ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ട്സ്. ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുവാൻ പഠിപ്പിക്കുന്ന ഈ പുസ്തകം ഷെയർ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യണമെന്ന ആഗ്രഹമുള്ള എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒന്നാണ്. ഒരു മനുഷ്യന്റെ മനസ്സിലെ സംഘർഷം മറ്റൊരാളുടെ നാശത്തിന് അല്ലെങ്കിൽ അയാളുടെ തന്നെ നാശത്തിന് കാരണമാകാറുണ്ട്. മനുഷ്യർ പലപ്പോഴും തന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കാനും ക്ഷമയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും മറന്നു പോകുന്നു. എപ്പോഴും എളുപ്പത്തിൽ എങ്ങനെ നേട്ടങ്ങൾ കൈവരിക്കാമെന്നും എല്ലാ കാര്യങ്ങൾക്കും ചിന്തിക്കാതെ പ്രതികരിക്കാനും മനുഷ്യൻ തയ്യാറാകുന്നു. അത് ഏതൊരു മനുഷ്യന്റെയും സാധാരണയായി കണ്ടുവരുന്ന ഒരു സ്വഭാവമാണ്. എന്നാൽ ചില മനുഷ്യർ തന്റെ കയ്യിലുള്ളതെല്ലാം മറ്റുള്ളവർക്ക് കൊടുക്കാൻ തയ്യാറാകുന്നു. ചിലർ മറ്റുള്ളവരുടെ കയ്യിലുള്ളതെല്ലാം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ മനുഷ്യൻ തന്റെ മനസ്സിനെ നിയന്ത്രിച്ച് നല്ലതും ചീത്തയും തിരിച്ചറിയാൻ ശ്രമിക്കുകയും അയാൾക്കും ചുറ്റുമുള്ളവർക്കും വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുവാനും പരിശ്രമിക്കുമ്പോൾ നന്മയുടെ ഒരു മനുഷ്യനും ഒരു സമൂഹവും തന്നെ സൃഷ്ടിക്കുന്നു. സ്വയം നന്നാവുക എന്നതാണല്ലോ ആദ്യഘട്ടം. അതിനാൽ കാര്യകാരണ നിയമം ഒരു വ്യക്തിയിൽ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നോക്കാം. ഒരു കാരണവുമില്ലാതെ ഒരു കാര്യവും സംഭവിക്കില്ല എന്നതാണല്ലോ നിയമം. നമ്മുടെ ജീവിതത്തിൽ നിരവധി നല്ല കാര്യങ്ങളും മോശം കാര്യങ്ങളും സംഭവിക്കാറുണ്ട്. എന്നാൽ എപ്പോഴും നല്ല കാര്യങ്ങൾ മാത്രം സംഭവിക്കുന്ന ജീവിതങ്ങൾ ഉണ്ടാകാറില്ല. ഏതൊരു കാര്യത്തിനും അത് ജീവിതത്തിലാണെങ്കിൽ പോലും ഒരു പോസിറ്റീവ് വശമുണ്ടെങ്കിൽ മറ്റൊരു നെഗറ്റീവ് വശം കൂടി ഉണ്ടാകും. എന്നാൽ ഇവയെല്ലാം മാനുഷിക ജീവിതത്തിൽ സർവ്വസാധാരണമാണെന്ന് മനസ്സിലാക്കുക. അതിലെ നല്ല സംഭവങ്ങളെ വീണ്ടും വീണ്ടും ഓർമ്മിക്കുക. അതോർത്ത് സന്തോഷിക്കുക. മോശമായതിനെ മനസ്സിൽ നിന്നും മായ്ച്ചു കളയുക. എന്നാൽ ഓരോ കാര്യങ്ങൾ സംഭവിച്ചതിനും ഓരോ കാരണമുണ്ടായിരുന്നു. ആ കാരണങ്ങളെയും കാരണക്കാരനെയും അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കാൻ ഇടയായ സാഹചര്യത്തെയും നാം അന്വേഷിച്ചു പോകാറുണ്ട്. ഒരുപക്ഷെ നമ്മൾ സ്വയം പരിശോധിച്ചാൽ നമ്മുടെ സംഘർഷഭരിതമായ മനസ്സ് തന്നെയാകും ആ കാരണങ്ങൾക്ക് പിന്നിൽ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു മുറിയിൽ 4 ആളുകൾ ഒരുമിച്ചിരിക്കുകയായിരുന്നു. അവിടേക്ക് 5-ാമൻ കടന്നു വരുന്നു. എന്നാൽ 5-ാമത്തെ ആളിന്റെ കടന്നുവരവ് മറ്റു 4 പേരുടെയും ഉള്ളിൽ വ്യത്യസ്തമായ ചിന്തകളാണ് ഉണർത്തിയത്. ഈ 4 പേർക്കും 5-ാമത്തെ ആളെ അറിയാം. എന്നാൽ ഇവർക്ക് 5-ാമത്തെ ആളോടുള്ള സമീപനം വളരെ വ്യത്യസ്തമാണ്. 5-ാമൻ വന്നപ്പോൾ 1-ാമൻ സന്തോഷിച്ചു. 2-ാമന്റെ മനസ്സിൽ അസ്വസ്ഥതയുണ്ടായി. 3-ാമന്റെ മനസ്സിൽ വെറുപ്പുളവായി. 4-ാമൻ ആ മുറിയിൽ നിന്നും പുറത്തുപോയി. അതായത് അയാളെക്കുറിച്ച് 4 പേർക്കും 4 അഭിപ്രായങ്ങളായിരുന്നു. പക്ഷേ ഇയാൾ 4 പേരോടും 4 വ്യത്യസ്ത രീതിയിലായിരിക്കും പെരുമാറിയിട്ടുണ്ടാവുക. എന്നാൽ ഇയാൾ ഒട്ടും മോശം സ്വഭാവം ഉള്ള ആളാണെന്ന് തോന്നില്ല. കാരണം ഇയാളെ കണ്ടപ്പോൾ ഒരാൾ സന്തോഷിച്ചില്ലേ? എന്നാൽ ഏറ്റവും നല്ല വ്യക്തിയാണെന്ന് തോന്നുന്നുമില്ല. കാരണം ഇയാളെ കണ്ടപ്പോൾ ഒരാൾ ആ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയില്ലേ? അതായത് ഈ 5-ാമൻ 4 പേരോടും ഒരേ കാര്യങ്ങളായിരിക്കാം പറഞ്ഞിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഒരുപോലെ തന്നെ ആയിരിക്കാം പെരുമാറിയിട്ടുണ്ടാവുക. എന്നാൽ 4 പേരും അത് സ്വീകരിച്ച രീതി വളരെ വ്യത്യസ്തമായിരുന്നിരിക്കാം. അതിനാലായിരിക്കാം അവർ ഇങ്ങനെ പെരുമാറിയിട്ടുണ്ടാവുക. ചിലർ എല്ലാം ഗൗരവമായി കാണുന്നവരും അതിനെക്കുറിച്ച് നെഗറ്റീവായി ചിന്തിക്കുന്നവരുമാണ്. എന്നാൽ അത്തരം സാഹചര്യങ്ങൾ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകും. എന്നാൽ ഇത്തരം പ്രശ്നങ്ങളുടെ കാരണങ്ങൾ നമ്മൾ അന്വേഷിച്ചാൽ അത് പറഞ്ഞ വ്യക്തിയോ ആ തമാശയോ, അതുമല്ല ആ തമാശ കേട്ട് ചിരിച്ച വ്യക്തികളോ ആവില്ല കാരണം. ഓരോ വ്യക്തിയും ആ തമാശയെ എങ്ങനെ സ്വീകരിച്ചു എന്നതാണ് കാരണം. ഒരു തമാശയെ അതിനെ തമാശയായി തന്നെ കാണുക. ഒരുപക്ഷെ തമാശയെ തമാശയായി കാണാൻ കഴിയാതെ പോയ വ്യക്തിയുടെ മനസ്സിന്റെ പക്വതയില്ലായ്മയായിരിക്കാം. അതിനാൽ കാരണങ്ങൾ തേടിപ്പോയാൽ ഒരുപക്ഷെ നമ്മളിലേക്ക് തന്നെ നാം വിരൽ ചൂണ്ടേണ്ടി വരും. നമ്മുടെ എല്ലാവരുടെയും മനോഭാവം വ്യത്യസ്തമാണ്. നമ്മളെയും നമ്മുടെ പ്രവൃത്തികളെയും എല്ലാവരും എപ്പോഴും ഇഷ്ടപ്പെടണമെന്നില്ല. അതിനാൽ സ്വയം ചിന്തിച്ചു നോക്കിയാൽ പല സംഭവങ്ങളുടെയും കാരണക്കാർ നമ്മൾ തന്നെയാകും. എന്നാൽ ഇത്തരം കാരണങ്ങളെ നാം സ്വയം അംഗീകരിക്കാൻ പഠിക്കണം. ഇവയെല്ലാം സർവ്വസാധാരണമാണെന്നും പ്രകൃതി നിയമമാണെന്നും സ്വയം മനസ്സിലാക്കിയാൽ ഇത്തരം പ്രശ്നങ്ങളെ നമുക്ക് ഒഴിവാക്കാനാകുമെന്ന് കാര്യകാരണ നിയമം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ മദ്യപാനികളായ ആളുകളുടെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ചു നോക്കുക. മദ്യം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് മദ്യക്കുപ്പികളിൽ തന്നെ എഴുതി വച്ചിരിക്കുന്നു. എന്നിട്ടും അവർ അത് ഉപയോഗിക്കുന്നില്ലേ? ഇതൊരു കാര്യകാരണ നിയമമാണ്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാകാതിരിക്കാൻ എന്ത് ചെയ്യാൻ കഴിയുമെന്നാണോ നമ്മൾ ചിന്തിക്കുന്നത്? അല്ല.
മദ്യപാനം ആരോഗ്യം നശിക്കുന്നതിന് ഒരു കാരണം മാത്രമാണ്. മദ്യപാനത്തെ തടയാനല്ലേ നമ്മൾ ശ്രമിക്കൂ. മദ്യപാനം കാരണം ആരോഗ്യം നശിക്കുന്നുവെന്ന് മനസ്സിലാക്കി അത് ഒഴിവാക്കുകയാണ് വേണ്ടത്. കാര്യകാരണ നിയമം നാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത് ഇത്തരം സാഹചര്യങ്ങളിലാണ്. അതായത്, എന്ത് കാരണമാണോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അതിനെ കണ്ടുപിടിച്ച് അതിന് ഒരു പരിഹാരം കാണുക. അതുപോലെ തന്നെ മറ്റൊന്നാണ് പ്രതീക്ഷകൾ ദുഃഖത്തിന് കാരണമാകുന്നു എന്നത്. എങ്ങനെയാണ് പ്രതീക്ഷകൾ ദുഃഖത്തിന് കാരണമാവുക എന്ന് സ്വയം ജീവിതത്തിൽ നിന്നും മനസ്സിലാക്കുക. എപ്പോഴെങ്കിലും തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയോടെ മറ്റുള്ളവർക്ക് നാം എന്തെങ്കിലും നൽകുന്നു. എന്നാൽ അത് തിരികെ ലഭിക്കാതെ വരുമ്പോൾ നമ്മുടെ മനസ്സിൽ അത് സംഘർഷമുളവാക്കുന്നു. അത് സ്നേഹമാവാം, എന്തെങ്കിലും വസ്തുക്കളാവാം, പണമാവാം, സ്ഥാനമാനങ്ങളാകാം, എന്തു തന്നെയാണെങ്കിലും. അതിനാൽ നമ്മളെക്കൊണ്ട് കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ ആവശ്യക്കാരന് സന്തോഷത്തോടെ നൽകുക. അതിലൊരിക്കലും നിങ്ങൾ തിരികെ ഒന്നും പ്രതീക്ഷിക്കരുത്. ചില വേദനകളും മുറിവുകളും നമ്മുടെ മനസ്സിന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞുവെന്ന് വരില്ല. അത് അവരോട് നമ്മുടെ മനസ്സിൽ ദേഷ്യമുളവാക്കുന്നു. പ്രപഞ്ച സത്യം ഇങ്ങനെയാണെന്ന് സ്വയം ഉൾക്കൊള്ളാൻ തയ്യാറായാൽ ഇത്തരം സാഹചര്യങ്ങളെ മറികടക്കാൻ നമുക്ക് സാധിക്കും. അടുത്തതായി, കാര്യകാരണ നിയമത്തിൽ ദുഃഖത്തിന്റെ പ്രാധാന്യം എത്രത്തോളമാണെന്ന് നമുക്ക് നോക്കാം. എല്ലാ മനുഷ്യർക്കും ദുഃഖമുണ്ടാകാറുണ്ട്. എല്ലാവരുടെയും ദുഃഖത്തിന്റെ കാരണങ്ങൾ പലതാണ്. എല്ലാവരും സന്തോഷത്തെക്കാൾ ഉപരി എപ്പോഴും ഓർക്കുന്നത് ദുഃഖമുണ്ടാകാൻ ഇടയായ സാഹചര്യങ്ങളാണ്. ദുഃഖത്തിന്റെ മറ്റൊരു വശം നോക്കിയാൽ, നമ്മൾ കാരണം ഒരാൾക്ക് ദുഃഖമുണ്ടായി എന്നിരിക്കട്ടെ. ഒരുപക്ഷെ നമ്മൾ ഒരാളെ ഒരു കൂട്ടം ആളുകളുടെ മുന്നിൽ വെച്ച് അപമാനിക്കുകയോ കളിയാക്കുകയോ അയാളെ വേദനിപ്പിക്കുകയോ ചെയ്താൽ അത്തരം സാഹചര്യങ്ങൾ ഒരിക്കൽ നമ്മളെ തേടി വരുമെന്ന് നാം മനസ്സിലാക്കുക. ഒരു ഉദാഹരണം പറഞ്ഞാൽ, രണ്ട് വ്യക്തികൾ തമ്മിൽ വഴക്കുണ്ടായി എന്നിരിക്കട്ടെ. ഒരാൾ മറ്റൊരാളെ അമിതമായി ഉപദ്രവിച്ചു. വളരെ നിസ്സാരമായ കാരണമായിരുന്നു അവർക്കിടയിലുണ്ടായിരുന്നത്. എന്നാൽ മുതിർന്ന ഒരാളുടെ സഹായത്തോടെ ആ പ്രശ്നം അവസാനിപ്പിച്ചു. എന്നാൽ ഉപദ്രവിച്ച ആളിന് വഴക്കിന് ശേഷം അങ്ങനെ ചെയ്യരുതായിരുന്നുവെന്ന് തോന്നലുണ്ടായി. അയാൾക്ക് ഭയം തോന്നി. ഒരുപക്ഷെ എപ്പോഴെങ്കിലും ഞാൻ ഉപദ്രവിച്ചയാൾ തിരികെ വന്ന് എന്നെ ഉപദ്രവിച്ചാലോ എന്ന പേടി അയാൾക്കുണ്ടായി. ദിവസങ്ങൾ കടന്നുപോയെങ്കിലും അയാളുടെ മനസ്സിനെ അത് വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു. അയാൾ തന്റെ മാനസിക സമ്മർദ്ദത്തെക്കുറിച്ച് തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനോട് സംസാരിച്ചു. എല്ലാം കേട്ടുകഴിഞ്ഞ ശേഷം സുഹൃത്ത് അയാളോട് പറഞ്ഞു, നിങ്ങൾ കുറച്ചുകൂടി ആരോഗ്യം വീണ്ടെടുക്കുകയും മനസ്സിനെ ധൈര്യപ്പെടുത്തുകയും ചെയ്യുക. മാനസികമായ ശക്തി നിങ്ങളെ ഏതൊരു പ്രശ്നം നേരിടാനും പ്രാപ്തമാക്കും. ദുർബലമായ മനസ്സുണ്ടായിരുന്ന ഒരു കാലത്ത് നമ്മൾ ഒരു തെറ്റ് ചെയ്തു വന്നിരിക്കട്ടെ. എന്നാൽ ശക്തമായ മനസ്സ് നമ്മുടെ ഉള്ളിൽ നാം രൂപപ്പെടുത്തുമ്പോൾ അന്ന് ചെയ്ത തെറ്റിന്റെ പ്രതിഫലത്തെ സഹിക്കാൻ നമ്മുടെ മനസ്സും ശരീരവും തയ്യാറാകും. അതിനാൽ മനസ്സുകൊണ്ട് കരുത്തുള്ളവരായി മാറുക. അതുപോലെ തന്നെ കാര്യകാരണ നിയമത്തിൽ നാം ശ്രദ്ധിക്കാതെ പോകുന്ന മറ്റൊരു കാര്യമുണ്ട്. ഒരു കാര്യത്തിന് ഒരു കാരണമുണ്ട് എന്നതുപോലെ ഈ കാര്യം ഒരു കാരണമായി ഭവിക്കുന്നുമുണ്ട്. അപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യം മുൻപുണ്ടായ ഏതോ ഒരു കാരണം കൊണ്ടാണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കുക. മറ്റൊന്ന്, ഈ കാര്യം ഇനി മറ്റേതോ കാര്യത്തിന്റെ കാരണമായി മാറുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളും നേരിടാൻ അവയെല്ലാം ഉണർവുള്ള മനസ്സോടെ സ്വീകരിക്കുവാനും നമുക്ക് കഴിയും. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങൾക്കും കാരണം അന്വേഷിക്കാറുണ്ട്. അതായത്, ഞാൻ ഒരാളെ സ്നേഹിച്ചു, അയാൾ എന്തുകൊണ്ട് എന്നെ തിരിച്ചു സ്നേഹിക്കുന്നില്ല എന്നും, മാനസിക സംഘർഷമുണ്ടാകാൻ കാരണം എന്താണെന്നും, ആവശ്യമില്ലാത്ത സാഹചര്യങ്ങളിൽ പെട്ടെന്ന് പ്രതികരിക്കുന്നതിന് കാരണം എന്താണെന്നും, അങ്ങനെ പലതരത്തിലുള്ള കാരണങ്ങൾ കണ്ടുപിടിക്കുന്നതിനോടൊപ്പം അതിന്റെ പരിഹാരം എങ്ങനെ ചെയ്യാമെന്ന് കൂടി മനസ്സിലാക്കി തരികയാണ് കാര്യകാരണ നിയമം ചെയ്യുന്നത്. കാരണങ്ങൾ കണ്ടെത്തുന്നതിനേക്കാൾ പ്രാധാന്യമുണ്ട് പരിഹാരം ചെയ്യുന്നതിന്. കാരണം ഭൂതകാലത്തിൽ ഉണ്ടാകുന്നതാണെങ്കിൽ പരിഹാരം ചെയ്യേണ്ടത് വർത്തമാനകാലത്തിലാണ്. അത് നല്ലൊരു ഭാവി നമുക്ക് പ്രദാനം ചെയ്യുന്നു. എന്നാൽ കാര്യകാരണ നിയമത്തെക്കുറിച്ച് പലരും ബോധവാന്മാരല്ല. ചില കാരണങ്ങൾ നമ്മൾ അന്വേഷിക്കുക തന്നെ വേണം. എന്നാൽ ചില കാര്യങ്ങൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. കാരണങ്ങൾ തേടി പോകേണ്ടത് നമ്മുടെ സാഹചര്യങ്ങളെ മുൻനിർത്തിയായിരിക്കണം. മനസ്സിന് വീണ്ടും വീണ്ടും ദുഃഖമുളവാക്കുന്ന കാരണങ്ങളിലേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത്. ഈ ഭൂമിയിൽ നമുക്ക് ഒരു ജീവിതമേ ഉള്ളൂ. അവിടെ സന്തോഷവും ദുഃഖവും ഉണ്ടാകും. അവയെല്ലാം ജീവിതത്തിന്റെ ഭാഗമാണ്. എന്നാൽ ഇവയെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എങ്ങനെ സ്വീകരിക്കുമെന്നതാണ് പ്രധാനം. ചില പരിഹാരം നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ്. അതായത്, എല്ലാം തികഞ്ഞവരായി ഈ ഭൂമിയിൽ ആരുമില്ല. തെറ്റുകൾ സംഭവിക്കുക മാനുഷികമാണ്. എന്നാൽ ചെയ്തു പോയ തെറ്റുകളെ സ്വയം മനസ്സിലാക്കി പരിഹാരം ചെയ്തു കഴിയുമ്പോൾ പുതിയൊരു മനുഷ്യനായി, പുതിയൊരു മനസ്സുമായി വീണ്ടും ജീവിക്കാൻ നമ്മൾ ആഗ്രഹിക്കും. അത് അനുഭവിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന സന്തോഷം വളരെ വലുതാണ്.
ഓരോ പ്രതിസന്ധികളും സധൈര്യത്തോടെ നേരിടാൻ ശ്രമിക്കുക. എപ്പോഴും നമുക്ക് ചുറ്റിലും സമാധാനപരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക. അവ നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുകയും നല്ല രീതിയിൽ ചിന്തിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുകയും നമ്മുടെ ജീവിത ലക്ഷ്യങ്ങളെ കൈവരിക്കാൻ നമ്മെ സഹായിക്കുകയും ചെയ്യും. എപ്പോഴും സ്വയം മുന്നേറുന്നതിനോടൊപ്പം മറ്റുള്ളവരെ മുന്നേറാൻ പരിശ്രമിപ്പിക്കുകയും ചെയ്യുക. നമ്മുടെ ജീവിതത്തിലെ സന്തോഷം നാം എപ്പോഴും സ്വയം കണ്ടെത്തേണ്ടതാണ്. അതൊരിക്കലും മറ്റുള്ളവരിൽ നിന്നും ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കരുത്. ഏതൊരു കാര്യത്തിനെയും നമുക്ക് പോസിറ്റീവായി കാണാൻ കഴിയും. ഓരോ കാര്യങ്ങളോടുമുള്ള നമ്മുടെ മനസ്സിന്റെ സമീപനമാണ് നമ്മുടെ ജീവിതത്തിലെ സന്തോഷത്തെ നിർണ്ണയിക്കുന്നത്. അതിനാൽ പ്രകൃതി നിയമങ്ങളെ മനസ്സിലാക്കി അതനുസരിച്ച് ജീവിതത്തിൽ മുന്നേറാൻ പരിശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്കെത്താൻ ദൈവം നിങ്ങളെ സഹായിക്കും.